സംസ്ഥാന സർക്കാർ ഓഫീസുകളുടെ പ്രവൃത്തി ദിവസം 6 നിന്നും 5 ആക്കി കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട ചീഫ് സെക്രട്ടറി വിളിച്ച സർവീസ് സംഘടനകളുടെ യോഗം തുടങ്ങി. ഓൺലൈനായാണ് യോഗം. ശനിയാഴ്ച അവധി നൽകി മറ്റു സമയങ്ങളിൽ ജോലി സമയം 1 മണിക്കൂർ കൂട്ടാനാണ് ആലോചന. അലക്സ് റാം മുഹമ്മദ് ആ വാർത്തയുടെ വിവരങ്ങളും ചേരുന്നു. അലക്സ്, നേരത്തെ തന്നെ ഇപ്പോൾ ഭരണപരിഷ്കാര കമ്മീഷനും ശമ്പള കമ്മീഷൻ അടക്കം ഈ ശുപാർശ മുന്നോട്ടേക്ക് വെച്ചതാണ്. നേരത്തെ ബാങ്ക് ജീവനക്കാരടക്കം ആ ആവശ്യം ഉന്നയിച്ച് സമരം വരെ നടത്തിയെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ ഒരുപക്ഷെ ഇത് നടത്തിയേക്കും എന്ന് തോന്നുന്നു അല്ലേ തീരുമാനം? ഹാഷ്മി, ഇത് വളരെ നേരത്തെ തന്നെ സംസ്ഥാന സർക്കാരിന്റെ പരിഗണനയിലുള്ള ഒരു വിഷയമാണ്. ഹാഷ്മി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭരണപരിഷ്കാര കമ്മീഷൻ, ശമ്പള പരിഷ്കരണ കമ്മീഷൻ അടക്കം നേരത്തെ പലതവണ ഈ ശുപാർശ മുന്നോട്ട് വെച്ചതാണ്. പക്ഷെ അതൊന്നും നടപ്പിലായില്ല. ഈ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഈ വിഷയം, അതായത് ഈ പ്രവൃത്തി ദിനം 6 ദിവസം എന്നുള്ളത് 5 ദിവസമാക്കുന്നത് തെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ സർക്കാർ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് അത് ജീവനക്കാരെ സ്വാധീനിക്കാനാണ് എന്നാണ് ഈ പ്രതിപക്ഷ സർവീസ് സംഘടനകൾ ആരോപിക്കുന്നത്. അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് പശ്ചാത്തലം കൂടി അതിന് നിലനിൽക്കുന്നുണ്ട്. എന്താണെങ്കിലും പ്രവൃത്തി ദിനം 5 ദിവസമാക്കണം എന്നുള്ളത് സർവീസ് സംഘടനകളെല്ലാം സ്വാഗതം ചെയ്യുന്നുണ്ട്. പക്ഷേ ജനങ്ങൾക്ക് നൽകുന്ന സേവനത്തിൽ കുറവ് വരരുതെന്ന് അവർ പറയുന്നു. അവർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ, അതായത് ജീവനക്കാർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങളിൽ കുറവ് വരരുത് എന്നവർ കൃത്യമായി തന്നെ നിലപാടെടുക്കുന്നു. അതേസമയം കോൺഗ്രസിന്റെ സർവീസ് സംഘടന സെറ്റോ പറയുന്നത് ഇത് കണ്ണിൽ പൊടിയിടാനുള്ള ഒരു തന്ത്രം മാത്രമാണ്. ഇത് തെരഞ്ഞെടുപ്പിൽ ഇതിന്റെ ബാക്കി നൂലാമാലകളൊക്കെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടത് കുടുങ്ങിക്കിടക്കും. ഇത് നടപ്പിലാകുകയില്ല. തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ജീവനക്കാരെ കയ്യിലെടുക്കാനുള്ള ഒരു തന്ത്രം മാത്രമാണ് ഇതെന്നാണ് ഈ കോൺഗ്രസിന്റെ സംഘടനയായ സെറ്റോ പറയുന്നത്. പക്ഷേ എല്ലാ സംഘടനകളും, അത് NGO യൂണിയൻ ആകട്ടെ, ജോയിന്റ് കൗൺസിൽ ആകട്ടെ, BJPയുടെ സർവീസ് സംഘടനയാകട്ടെ, അവരെല്ലാവരും ഈ 5 ദിവസമാക്കുന്നത് സ്വാഗതം ചെയ്യുന്നുണ്ട്. ഈ 5 ദിവസമാക്കുന്നതിന് പകരം ഓരോ ദിവസവും രാവിലെ അരമണിക്കൂർ, വൈകുന്നേരം അരമണിക്കൂർ എന്നുള്ള രീതിയിൽ ഒരു ദിവസം 1 മണിക്കൂർ കൂടുതൽ പ്രവൃത്തി മണിക്കൂറുകൾ ചെയ്യുന്നതിന് അവർക്ക് വിരോധവുമില്ല. പക്ഷേ ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെടാൻ പാടില്ല, അവരുടെ അവകാശങ്ങൾ, ലീവുകൾ ഇതൊന്നും നിഷേധിക്കാൻ പാടില്ല എന്ന കൃത്യമായ നിലപാടിലാണ് ഈ സർവീസ് സംഘടനകളുള്ളത്. എന്താണെങ്കിലും ഇന്ന് ചീഫ് സെക്രട്ടറി വിളിച്ചു ചേർത്ത യോഗത്തിൽ ഓരോ സർവീസ് സംഘടനകളെ പ്രതിനിധീകരിച്ച് അവരുടെ സംസ്ഥാന നേതാക്കൾ പങ്കെടുക്കും. എന്താണ് സർവീസ് സംഘടനകൾക്ക് പറയാനുള്ളത് എന്നുള്ള കാര്യം അവർ വ്യക്തമാക്കുകയും ചെയ്യും. അതിനുശേഷം മാത്രമായിരിക്കും ചീഫ് സെക്രട്ടറി അതിന്റെ ഒരു ഡ്രാഫ്റ്റ് തയ്യാറാക്കി സർക്കാരിനെ അവതരിപ്പിക്കുക. സ്വാഭാവികമായി സമയമെടുക്കും അതിന്റെ പ്രൊസീജിയർ തീരുന്നതിന്. ഹാഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.